കളിക്കളം നാടകവേദി അവതരിപ്പിക്കുന്ന നാടകം പെരുന്തച്ചൻ. സഹൃദയരെ, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 11ാമനായ പെരുന്തച്ചൻ്റെ കഥ നാടകരൂപേണ ഇവിടെ അവതരിപ്പിക്കുകയാണ്. വരരുചി പറയി സ്ത്രീയെ കല്യാണം കഴിക്കുകയും തുടർന്ന് അവരൊരു ദേശാടനത്തിനായി പുറപ്പെടുകയും ചെയ്യുന്നു. ഓരോ ദേശത്തിലെത്തുമ്പോഴും പറയി ഓരോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. പിറന്ന കുഞ്ഞിന് വായുണ്ടോ എന്ന് വരരുചി ഉടനെ തന്നെ പറയിയോട് ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ അതിനെ ദൈവം പോറ്റിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ പറയി 12 കുട്ടികൾക്ക് ജന്മം നൽകി. ഈ കുട്ടികൾ വ്യത്യസ്ത കുലങ്ങളിൽ വളരുകയും അവർ അവരുടെ വളരുന്ന കുലങ്ങളിൽ അഗ്രഗണ്യരായി മാറുകയും ചെയ്യുന്നു. ഈ കുലത്തിലെ 11ാമനും തച്ചുശാസ്ത്രവിദ്യയിലെ കുലപതിയുമായ പെരുന്തച്ചൻ്റെ കഥയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഉളിയന്നൂർ അമ്പലവും അതിൻ്റെ മുന്നിലെ പെരുന്തച്ചൻ കുളവും വിശ്വപ്രസിദ്ധമാണ്. തൻ്റെ കഴിവുകളിൽ അഹങ്കരിച്ചിരുന്ന പെരുന്തച്ചൻ കുളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുപ്രമാണിയുമായി തെറ്റിപ്പിരിയുന്നു. എന്നാൽ തച്ചനെ തോൽപ്പിക്കാൻ അവസരം കാത്തിരുന്ന പെരുന്തച്ചൻ്റെ മകനെ ഉപയോഗിച്ചും പെരുന്തച്ചനെ പരാജയപ്പെടുത്തുവാനാണ് നാട്ടുപ്രമാണി. പെരുന്തച്ചൻ്റെ ജീവിതത്തിലെ ചരിത്ര മുഹൂർത്തങ്ങളെ ഈ രംഗവേദിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. സഹകരിച്ചാലും. കഥ ചൊല്ലിടാം മാളോരെ, കഥ ചൊല്ലിടാം. വരരുചിയുടെ കഥ ചൊല്ലിടാം മാളോരെ. പറയിപെറ്റ പന്തിരുകുലത്തിൻ കഥ ചൊല്ലിടാം മാളോരെ. ജാതിയിൽ മേൽജാതി അഗ്നിഹോത്രി, അങ്ങനെ അങ്ങനെ പല പല ജാതികളിൽ വായില്ലാക്കുന്നിലപ്പൻ. പറയ ജാതിയിൽ പാക്കനാര്, രചകൻ വള്ളുവക്കോനാതിരി, കാരയ്ക്കലമ്മ വടുതല നായർ, അകവൂർ ചാത്തൻ ഉപ്പൂറ്റൻ, പാണനാർ നാറാണത്തു ഭ്രാന്തൻ. ഇക്കൂട്ടത്തിലൊരു തച്ചൻ പെരുന്തച്ചൻ. സകല ജാതികളെയും പെറ്റുപോറ്റിയ പറയിയുടെ പെരുങ്കുലം. ആ കുലത്തിൽ നിന്നൊരു കുലം അടർത്തി മാറ്റി ചൊല്ലുന്നു ഇക്കഥ. നാടിൻ തച്ചനായി, തച്ചനിൽ തച്ചനായി, ഉലകെങ്ങും പെരുമകൊള്ളും തച്ചനാരുടെ കഥ, പെരുന്തച്ചനാരുടെ കഥ. ആടാം പാടാം, പെരുന്തച്ചനെ ഉണർത്തു പാട്ടുപാടി നമുക്കരങ്ങിലേക്ക് അനയിക്കാം.
കാണുന്നില്ലല്ലോ. മുഹൂർത്തമാകുന്നു. എങ്കിൽ നമുക്ക് തച്ചനെ ഒന്ന് വിളിച്ചാലോ? ആ, അത് ശരിയാ. നമുക്ക് തച്ചനെ വിളിക്കാം. വിളിച്ചോളൂ. ഇതുവഴി വന്നാടേ, ഇതുവഴി വന്നാടേ. അതാ തച്ചൻ വരുന്നു. എവിടെ? അതെ അതെ അതെ, തച്ചൻ തന്നെ. തച്ചനാരേ പെരുന്തച്ചനാരേ, 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 തച്ചനാരേ പെരുന്തച്ചനാരേ. എന്തിനാണ് എന്നെ വിളിച്ചത്? കുളം കുഴിക്കണം. അമ്പലക്കുളം. എവിടെ? അവിടെയാണല്ലോ അമ്പലം. അതാണല്ലോ പുഴ. ഇതിന് രണ്ടിനും മധ്യത്തിൽ ഒരിടത്തായിരിക്കണം. കുളം നീളത്തിലായിരിക്കണം. കുളം ചതുരത്തിലായിരിക്കണം. കുളം വട്ടത്തിലായിരിക്കണം. അതെ അതെ, കുളം നീളത്തിലായിരിക്കണം. കുളം വട്ടത്തിലായിരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലാക്കാം. നീളത്തിൽ, വട്ടത്തിൽ, ചതുരത്തിൽ.
ഇതൊരു ഗ്രാമമാണ്, ഉളിയന്നൂർ ഗ്രാമം. വിശ്വപ്രസിദ്ധനായ പെരുന്തച്ഛന്റെ പുനരാഖ്യാനമാണ് ഈ രംഗവേദിയുടെ 4 അതിരുകൾക്കുള്ളിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. ഉളിയന്നൂർ അമ്പലത്തിന് മുൻപിലെ പെരുന്തച്ഛൻ കുളത്തിന്റെ കഥ ഇതാ ഇവിടെ ഇപ്പോൾ. അതെ, കുളം തീർന്നിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നീളത്തിൽ വട്ടത്തിൽ ചതുരത്തിൽ ഇവിടെ നിന്ന് നോക്കിയ നീളത്തിൽ തന്നെ. അതെ അതെ, ഇവിടെ നിന്ന് നോക്കിയ ചതുരത്തിൽ തന്നെ. ശരിയാ, ഇവിടെ നിന്ന് നോക്കിയ വട്ടത്തിൽ തന്നെ. ഈ ഭുവനത്തിലെങ്ങും പെരുന്തച്ഛനെ വെല്ലാനായി മറ്റാരും തന്നെ ഇല്ല. അതെ, ഇനി ഉണ്ടാകുകയുമില്ല. അതാ വട്ടതിരി വരുന്നു. എന്താ പെരുന്തച്ഛ, അമ്പലക്കുളത്തിന്റെ പണിയൊക്കെ തീർന്നുവോ? അടിയൻ ഉവ്വ്. ഇതെന്താണ് ഹേ? ഇത് നീളത്തിൽ ചതുരത്തിൽ വട്ടത്തിലാണല്ലോ. അത് ഇവിടത്തെ ദേശവാസികളുടെ ആഗ്രഹമാണ്. എന്താ? അതെ, ദേശവാസികളുടെ ആഗ്രഹം പോലും. നിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായിരിക്കണോ? ഞങ്ങൾ ബ്രാഹ്മണർ ഈ ദിക്കറിയാത്ത കുളത്തിൽ എങ്ങനെ കുളിക്കും? എങ്ങനെ സന്ധ്യാവന്തനം കഴിക്കും? നീ ബ്രാഹ്മണരെ അപമാനിക്കായിരുന്നു അല്ലേ? അടിയനെ പറ്റി ഇതിനു മുൻപ് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് നീ നമ്മെ കൊണ്ട് പറയിച്ചിരിക്കണോ? ഇനി ഈ കുളം ദർശിക്കാൻ ഒരിക്കൽ കൂടി ഞാൻ ആ പുഴ കടന്ന് ഇങ്ങോട്ട് വരില്ല. വരും, പെരുന്തച്ഛൻ വരും. നിങ്ങൾ നിത്യവും ഈ കുളം കാണുകയും ചെയ്യും. പെരുന്തച്ഛ, അതെ, പെരുന്തച്ഛനാണ് ഈ പറയുന്നത്. ആ ഒഴുകുന്ന പുഴ ഈ കുളത്തിനരികിലൂടെ ഒഴുകാൻ തുടങ്ങും. ഞാൻ ആ പുഴയുടെ ഗതി മാറ്റി ഒഴുക്കും. ആ ഒഴുകുന്ന പുഴ ഈ കുളത്തിനരികിലൂടെ ഒഴുകാൻ തുടങ്ങും. ഞാൻ ആ പുഴയുടെ ഗതി മാറ്റി ഒഴുക്കും. ആ ഒഴുകുന്ന പുഴ ഈ കുളത്തിനരികിലൂടെ ഒഴുകാൻ തുടങ്ങും. ഞാൻ ആ പുഴയുടെ ഗതി മാറ്റി ഒഴുക്കും. ആ ഒഴുകുന്ന പുഴ ഈ കുളത്തിനരികിലൂടെ ഒഴുകാൻ തുടങ്ങും. ഞാൻ ആ പുഴയുടെ ഗതി മാറ്റി ഒഴുക്കും. 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 ഞാൻ ആ പുഴയുടെ ഗതി പെരുന്തച്ഛ,
ഇനി നിങ്ങൾക്ക് അമ്പലം കാണണമെങ്കിൽ ഈ പുഴ കടക്കണം. ഈ പുഴ കടക്കുന്നതിന് മുൻപ് നിങ്ങൾ നിത്യവും ഈ കുളം ദർശിക്കുകയും ചെയ്യും. നീ നമ്മെ അപമാനിച്ചിരിക്കണം. നീ അഹങ്കാരിയാണ്. ഞാൻ ആരുടെയും മുന്നിലും തലക്കുനിക്കുകയില്ല. എന്നെ തോൽപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയുമില്ല. നാം ഈ നാടിന്റെ ഉടയോനാണ്, ഓർമ്മയിരിക്കട്ടെ. പെരുന്തച്ഛൻ എന്നും അഹങ്കാരി. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഓയ്! കൂട്ടരേ, ഞങ്ങൾക്ക് അക്കരെ കടക്കണം. ഞങ്ങൾക്കും അക്കരെ കിടക്കണം. എന്തു ചെയ്യും നമ്മൾ? ഈ പുഴയ്ക്ക് മീതെ നമുക്കൊരു പാലം പണിയണം. അതിന് നാം എന്ത് ചെയ്യും? നമുക്ക് പെരുന്തച്ഛനെ വിളിക്കാം. ആ, അത് ശരിയാ. നമുക്ക് പെരുന്തച്ഛനെ വിളിക്കാം. ഓയ്! തച്ചനാരേ, പെരുന്തച്ഛനാരേ, ഇരുവഴി വന്നാട്ടെ, ഇരുവഴി വന്നാട്ടെ. എന്തിനാണ് തച്ചനെ വിളിച്ചത്? അമ്പലത്തിൽ പോകാൻ ഈ പുഴയുടെ മീതെ ഒരു പാലം വേണം. തുടങ്ങിക്കോളൂ. ആ, പണി തുടങ്ങാൻ. തിന്നം തെയ്യന്നം തകതിന്തിന്നം താരോ, തകതിത്തിന്നം തെയ്യന്നം തകതിന്തിന്നം താരോ, തിന്നം തെയ്യന്നം തകതിന്തിന്നം താരോ, തകതിത്തിന്നം തെയ്യന്നം തകതിന്തിന്നം താരോ, തിന്നം തെയ്യന്നം തകതിന്തിന്നം താരോ, തകതിത്തിന്നം തെയ്യന്നം തകതിന്തിന്നം താരോ, തിന്നം തെയ്യന്നം തകതിന്തിന്നം താരോ, തകതിത്തിന്നം തെയ്യന്നം. പാലം പൂർത്തിയായിരിക്കുന്നു.
തെയ്യന്നം തകതിന്തിന്നം താരോ തകതിത്തിന്നം തെയ്യന്നം തകതിന്തിന്നം താരോ തിത്തിന്നം തെയ്യന്നം തകതിന്തിന്നം താരോ തകതിത്തിന്നം തെയ്യന്നം തകതിന്തിന്നം താരോ. അതാ വട്ടതിരി വരുന്നു. നമ്മെ പരിഹസിച്ച ഭട്ടതിരി ഇങ്ങോട്ടോ? പെരുന്തച്ഛൻ എന്താണോ ആലോചിക്കുന്നത്? പെരുന്തച്ഛനെ വെല്ലുവിളിച്ചവരാരും വെറുതെ പോയിട്ടില്ല. പെരുന്തച്ഛൻ അഹങ്കാരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോകുന്നു. ഈ പാവയെ ഞാൻ ഈ പാലത്തിൽ പ്രതിഷ്ഠിക്കുന്നു. എന്റെ കഴിവുകളെ പരിഹസിച്ചവരെ ഓർമ്മപ്പെടുത്തുവാനായി ഈ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അതിന്റെ മുഖത്ത് തുപ്പുന്ന പാവയെ ഞാനിവിടെ പ്രതിഷ്ഠിക്കുന്നു. പെരുന്തച്ഛന്റെ കഴിവാണി കണ്ടത്. ഇവിടെ ആരുമില്ലേ? ചുണയുള്ള ആളുകൾ ആരുമില്ലേ ഇതിന് പകരം ചോദിക്കാൻ? ലോകത്തെ മുഴുവൻ തുപ്പുന്ന ഇവനോട് പകരം ചോദിക്കാൻ ചുണയുള്ള ആളുകൾ ഇവിടെ ആരുമില്ലേ? ഉണ്ട്. നീയോ? അതെ. നീയാണ് ആൺകുട്ടി. ഞാൻ അച്ഛന്റെ മകനാണ്. ഈ നിമിഷം മുതൽ നാം എതിരാളികളാണ്, ശത്രുക്കളാണ്. അച്ഛനെ ഞാൻ തോൽപ്പിക്കും. എന്റെ മകൻ എന്നെ തോൽപ്പിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു. ചിരിക്കരുത്. ഞാനിവിടെ മറ്റൊരു പാവയെ. നീ? അതെ. ഇതാ ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ, ചുണയുള്ള ആണുങ്ങൾ ഇവിടെയുണ്ട്. നീ എന്നെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞുവല്ലേ? പെരുന്തച്ഛ, നീ തന്നെ ആദ്യം പാലത്തിലേക്ക് നടക്ക.
നാടിന്റെ അഭിമാനമാണ്. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്മാനം വാങ്ങാൻ നീ നമ്മോടൊപ്പം വരിക. വരൂ. പെരുന്തച്ച, നിന്റെ പ്രതിമകൾ മനോഹരങ്ങളായിരിക്കുന്നു. നോം വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്താണ്? നമുക്ക് പുതിയൊരു അമ്പലം പണിയണം. ശില്പവിദ്യയുടെ എല്ലാ സങ്കല്പങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരമ്പലം. നോം നിന്റെ മകനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്നെന്തിനു വിളിക്കണം? പോരാ, നീ കൂടെ ഉണ്ടാവണം. അത് ഈ ദേശവാസികളുടെ ആഗ്രഹമാണ്. പിന്നെ ഇന്ന് നിന്റെ മകനാണ് നിന്നേക്കാൾ പ്രശസ്തി. എല്ലാം അവനോട് ചോദിച്ചിട്ട് വേണം. വരട്ടെ. എന്റെ കൈകളിലൂടെ കാലം ചോർന്നൊഴുകി പോകുന്നു. കാലം ചോർന്നൊഴുകി പോകുന്നു. എന്റെ ശക്തികൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നു. എന്റെ കണ്ണുകളിലേക്ക് പാപം പോലെ ഇരുട്ട് പടർന്നു കയറുന്നു. ആ, ഇതാര്? നാരായണത്തോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തു വിശേഷം പെരുന്തച്ച. സൂര്യൻ പടിഞ്ഞാറുദിച്ചാൽ അതു വിശേഷമാവും. കറ്റയ്ക്ക് തീ പിടിച്ചാൽ അതും വിശേഷമാവും. ആ, പിന്നെ കാള പെറ്റൂന്ന് കേട്ടാൽ അതും വിശേഷമാവും. തനിക്ക് ഈ ഭ്രാന്തൻ ചേഷ്ടകളൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളെപ്പോലെ ജീവിച്ചൂടെ?
നിങ്ങളൊക്കെ എങ്ങനാ ജീവിക്കുന്നത്? കുടുംബം, കുട്ടികൾ, അവരെ വളർത്താനുള്ള വെത്തപ്പാട്, സ്വത്തിനോടുള്ള ആർത്തി, പരസ്പര കലഹം, അസൂയ. നിങ്ങൾ അവകാശപ്പെടുന്ന ഈ സാഹചര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, വേണ്ട. നാറാണത്തെ, എങ്കിലും ഒരു കുടുംബമൊക്കെയായി കഴിഞ്ഞുകൂടെ നിനക്ക്? ആര് പറഞ്ഞു എനിക്ക് കുടുംബമില്ലെന്ന്? ഈ സമൂഹമാണ് എന്റെ കുടുംബം. അതിലൊരംഗമാണ് ഈ ഞാനും. ഈ സമൂഹത്തിൽ എനിക്ക് മാത്രമായി ഒരു വളർച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുതന്നെ. അല്ല പെരുന്തച്ഛ, ഈ സഞ്ചിയിൽ എന്താണ്? ഉളിയ. ആ, ഉളി കൊണ്ട് മനുഷ്യന്റെ കഴുത്ത് ചെത്താൻ പറ്റുമോ പെരുന്തച്ഛ? ഉളി മരം ചെത്തുവാനുള്ളതാണ്, മനുഷ്യന്റെ കഴുത്ത് ചെത്തുവാനുള്ളതല്ല. ഉളി കൊണ്ടു ചെത്തിയാലും മനുഷ്യന്റെ കഴുത്തു മുറിയും. അതുതന്നെ. ഉളി കൊണ്ടു ചെത്തിയാലും മനുഷ്യന്റെ കഴുത്തു മുറിയും. 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 എന്റെ തലയിൽ പൊന്നിൻ കിരീടം, എന്റെ തലയ്ക്കു പൊരുത്തമെന്നപ്പാ. നിന്റെ തലയിലെ പൊന്നിൻ കിരീടം, എന്റെ തലയ്ക്കു പൊരുത്തമെന്നപ്പാ. അരിയ നാട്ടിൽ പിറന്നോരമ്മ, കൊലത്തു നാടുകീന കണ്ടിനി. അരിയ നാട്ടിൽ പിറന്നോരമ്മ, കൊലത്തു നാടുകീന കണ്ടിനി. നിന്റെ കഴുത്തിലെ മുത്തണിമാല, എന്റെ കഴുത്തിനു പാകമെന്നപ്പാ. നിന്റെ കഴുത്തിലെ മുത്തണിമാല, എന്റെ കഴുത്തിനു പാകമെന്നപ്പാ. ഇനിയൊരു കപ്പൽ പണിക്കണം, വിളിപ്പിക്ക വിശ്വകർമാവേ. ഇനിയൊരു കപ്പൽ പണിക്കണം, വിളിപ്പിക്ക വിശ്വകർമാവേ. നിന്റെ തലയിലെ പൊന്നിൻ കിരീടം, എന്റെ തലയ്ക്കു പൊരുത്തമെന്നപ്പാ.
ആകാശത്തായോരു പമ്പരമുണ്ടേ, ആ പമ്പരം ഒന്നു ഞാൻ കൊണ്ടു തരാമേ. എന്നുണ്ണി നീയുറങ്ങ നേരം ഒരായി